നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം നാളെയാണ് അമേരിക്കയിൽ കളി. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ ഞായറാഴ്ച പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോയുമായിട്ട് കളിക്കുന്നത്. തകർപ്പൻ പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു കളിയാണ്. ഈ കളിക്ക് ബ്രസീലിൻ്റെ ആദ്യ 11 എങ്ങനെയായിരിക്കും? ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഈജിപ്തിനെതിരെയുള്ള സന്നാഹ മത്സരത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചൊന്നും ഇതുവരെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ബ്രസീലിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അവിടുത്തെ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് കോച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് വെച്ചുകൊണ്ട് ഏതാണ്ട് കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അനുസരിച്ച് ഇന്നലെ ട്രെയിനിങ്ങിൽ ഡഗ്ലസ് സാൻഡോസിനെ അദ്ദേഹം ഫുൾ ബാക്ക് പൊസിഷനിൽ പരീക്ഷിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇഗോർ തിയാഗോയെ പരീക്ഷിക്കുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് അലക്സാന്ദ്രോയും മാത്യൂസ് കുഞ്ഞയും പ്ലേയിങ് 11 നിന്ന് പുറത്താവും എന്ന് കരുതേണ്ടതില്ല. നിലവിലെ സൂചനകൾ അനുസരിച്ച് അലക്സാന്ദ്രോയും അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞയും തന്നെ സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന. അങ്ങനെയെങ്കിൽ ബ്രസീൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന 11 ഗോൾ കീപ്പർ ആലീസൺ, ഡിഫൻഡർമാരായിട്ട് ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, അലക്സാൻഡ്രോ, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയ്മേറസ്, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റ നിരയിൽ മാത്യൂസ് കുഞ്ഞ, റാഫിഞ്ഞ, വിനി ജൂനിയർ ഈ രൂപത്തിൽ ഇറങ്ങും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അല്ലെങ്കിൽ പിന്നെ വരുന്ന 10-24 മണിക്കൂറിനിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം, സർപ്രൈസുകൾ സംഭവിക്കണം. ഏതായാലും കോച്ച് ഇന്ന് മാധ്യമങ്ങളെ കാണും. നാളെയാണല്ലോ കളി. അപ്പോൾ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 11 കൊണ്ടാണ് ബ്രസീൽ ഇറങ്ങുന്നതെങ്കിൽ 2022 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിന് ബ്രസീൽ ഇറങ്ങിയ ലൈനപ്പിലുള്ള 8 താരങ്ങളും ഈ ടീമിൽ ഉണ്ടാവുന്നതാണ്. അതാരൊക്കെയാണ്? ആലീസൺ, ഡാനിലോ, മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ, കാസമിറോ, പക്വേറ്റ, റാഫിഞ്ഞ, വിനി ജൂനിയർ. അന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്ന 3 പേര് ഇപ്പോൾ സ്ക്വാഡിൽ ഈ ഒരു പ്ലേയിങ് ലെവലിൽ, അത് ഒന്ന് തിയാഗോ സിൽവയും റിച്ചാലീസണും 2 പേരും സ്ക്വാഡിലേ ഇല്ല. നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തുമാണ്. ഈ 3 പേർക്ക് പകരം ഗബ്രിയൽ മെഗല്ലസും ബ്രൂണോ ഗുയ്മാരസും മാത്യൂസ് കുഞ്ഞയും സ്ക്വാഡിലേക്ക് വരും. അപ്പോൾ ഇതാണ് മാറ്റം എന്ന് പറയാനുള്ളത്. എന്തായാലും ബ്രസീൽ ടീമിൻ്റെ കോറിന് മാറ്റമില്ല എന്നർത്ഥം. കോച്ച് മാറി, പക്ഷെ കോറിന് മാറ്റമില്ല. എന്തായാലും കാത്തിരിക്കാം. ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിൽ അവരൊരു തകർപ്പൻ വിജയം നേടുന്നത് കാണാൻ വേണ്ടി. മൊറോക്കോയാണ്, കാര്യങ്ങൾ എളുപ്പമല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.